ശ്ലോകം 3. ഏവം ത്വൽപ്രാപ്തിതോ, ഇപ്രകാരം അങ്ങയെ പ്രാപിക്കാൻ അന്യഹ നഹി, വേറൊരു മാർഗമില്ല. ഏവം ത്വൽപ്രാപ്തിതോ അന്യോ നഹി ഖലു നിഖിലക്ലേശഹാനേരുപായ. എന്തെല്ലാം ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് ചേർന്നുണ്ടോ അതെല്ലാം നശിച്ചു. ആ അവസ്ഥയിൽ തന്മയീ ഖലു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു പ്രാഗമില്ല. വ്യക്തമായിട്ട് മനസ്സിലാവണം, ഇതെല്ലാം മായയുടെ തലത്തിലാണ്. ഏതുപോലെ സിനിമ കണ്ടുകൊണ്ടിരിക്കണു, സിനിമയിൽ പലതും നടക്കണു അല്ലേ? വെടിവെക്കണു, കുത്തുന്നു, ചോരത്തെറിക്കണു, എല്ലാം കണ്ടു. അവസാനിച്ചപ്പോഴോ സ്ക്രീൻ മാത്രമാണ് ഉള്ളത്, സംഭവിച്ചതൊന്നും ഇല്ല. അതുപോലെയാണ് ഇവിടെ ഈ സംഭവിക്കുന്നതൊന്നുമില്ല. ഉണ്ടെന്നുള്ളത് നമ്മുടെ ഭ്രമം. പല ആൾക്കാരും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ച് സത്യമാണെന്ന് വിചാരിച്ച് ഇതാകാറുണ്ട്. ഏവം ത്വൽപ്രാപ്തിതോന്യോ, അങ്ങയെ പ്രാപിക്കാൻ ഇതിനു വേണ്ടി നിഖിലക്ലേശഹാനേഹേ ഉപായ, എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറാൻ, എൻ്റെ എല്ലാ സംശയങ്ങളും മാറാൻ, ഞാൻ ആ ഈശ്വരൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരാൻ, നിഖില ക്ലേശഹാനേരുപായ ന ഏകാന്ത ആത്യന്തിക, ഏകാന്തങ്ങളും ആത്യന്തികങ്ങളും. ഏകാന്തങ്ങൾ നിശേഷം വിട്ടുമാറുന്നത്, എന്തെന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മുഴുവൻ മാറി ഇതാവുന്നതാണ് ഏകാന്തികമായിട്ടുള്ളത്. ഒരു ക്ലേശവും ഇല്ലാതെ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിച്ച് ഇതാവുന്ന അവസ്ഥയാണ് ഏകാന്തികം എന്ന് പറയുന്നത്. ഇത് ഏകാന്തികമല്ല, പിന്നെയോ ആത്യന്തികം. ഇനി വരില്ല എന്ന് പറയാനും സാധിക്കില്ല. സ്ഥായിയായിട്ട് അതെല്ലാം നശിച്ച് ഞാൻ പരമാനന്ദം അനുഭവിക്കുന്ന അവസ്ഥ വന്നു എന്ന് വരില്ല. ഏതുപോലെയാണ്? കൃഷിയെപ്പോലെയാണ്. ഭഗവാനെ പ്രാപിക്കാനുള്ളതായ മാർഗമാണ് പറയുന്നത്. ഒരു ഗുരുവിനെ സമീപിക്കണം, ആ ഗുരുവിൽ നിന്ന് ഈ തത്വജ്ഞാനം ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊണ്ട് ആ ജ്ഞാനം സ്വീകരിച്ച് ഈ ജീവാത്മാവും പരമാത്മാവും ഒന്നായിട്ടുള്ള അവസ്ഥ നേടണം. ഇതല്ലാതെ വേറെ മാർഗമില്ല. ത്വൽപ്രാപ്തിത അന്യഹ നഹി നിഖിലക്ലേശഹാനേരുപായ, എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടണം. കൃഷിവത് അഗത, വല്ലാത്തൊരു ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അഗത ഷാൽഗുണ്യ ഷൽക്കർമ്മ യോഗാഹ, ഇതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ക്ലേശങ്ങളെല്ലാം മാറാൻ വേണ്ടി വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അഗതങ്ങൾ, സൂക്കേട് വന്നു, ഗതം സൂക്കേട്, അഗതം സൂക്കേടിനെ മാറ്റുന്ന മരുന്ന്, അതാണ് അഗതം. ശാശ്വതമായിട്ട് ആർക്കെങ്കിലും കിട്ടാറുണ്ടോ? ഇല്ല, തൽക്കാലത്തേക്ക്. ഏകാന്തികമല്ല, ആത്യന്തികമല്ല. ഷഡ്ഗുണങ്ങൾ, അതാണ് ഷാഡ്ഗുണ്യം. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരെ കുറിച്ചാണ് അത് പറയുക. ഷഡ്ഗുണങ്ങൾ, 6 ഗുണങ്ങൾ ഒരു രാജാവിന് ഉണ്ടായിരിക്കണം. ഒന്ന്, അദ്ദേഹം രാജ്യത്തിനെ നന്നായി പരിപാലിക്കണം. അപ്പോൾ അതിന്
അടുത്ത രാജാക്കന്മാർ, അടുത്തുള്ള രാജ്യത്തിലെ രാജാക്കന്മാരുമായിട്ട് എന്തെങ്കിലും സന്ധി ഉണ്ടായിരിക്കണം. ഇന്നിപ്പോൾ നടക്കുന്ന പോലെ തന്നെ ഓരോ രാജ്യങ്ങളും തമ്മിൽ ഒരു സന്ധി ഉണ്ടാവണം. അതാണ് 6 ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത് 6 ഗുണങ്ങൾ. അതിൽ 6 സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയമാണ്. രാജാക്കന്മാർക്ക് വേണ്ടതാണത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാം. ഞാൻ പറയാം എങ്ങനെയാണെന്ന് പറയാം. സന്ധി, രാജാക്കന്മാരെ സംബന്ധിച്ച് ബലവാന്മാരായ രാജാക്കന്മാരെ അടുത്തുണ്ടെങ്കിൽ അവരുമായിട്ട് സന്ധി വേണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവരെ ആക്രമിക്കും. വേണ്ടി വന്നാൽ മാത്രമേ അവരോടൊക്കെ യുദ്ധത്തിന് പോകാൻ പാടൂ. വിഗ്രഹം യുദ്ധം. നിവൃത്തിയില്ലാതെ വന്നാലേ യുദ്ധത്തിന് പോകാവൂ. അല്ലെങ്കിൽ എപ്പോഴും സന്ധിയിൽ തന്നെ ഇരിക്കണം. മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് അത് ഇതാവുന്നുണ്ട്. കൗരവന്മാരെ 2ആയി പിരിഞ്ഞു. കൗരവന്മാരെന്നും പാണ്ഡവന്മാരെന്നും ആയി. പാണ്ഡവന്മാർക്ക് പകുതി രാജ്യം കിട്ടേണ്ടതല്ലേ, കൊടുത്തില്ല. കൗരവന്മാരെ ആ ദുര്യോധനൻ അതിനെ തൻ്റെ കയ്യിൽ തന്നെ പിടിച്ച് വെച്ചു. ധർമ്മപുത്രരെ സന്ധിക്ക് വേണ്ടി ശ്രമിച്ചു. യുദ്ധം ചെയ്യാതെ കണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ശരിയാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം 12 കൊല്ലം വനവാസത്തിനും 1 കൊല്ലം അജ്ഞാതവാസവും കഴിഞ്ഞു വന്നു. ഇനി തരാമല്ലോ, കൊടുത്തില്ല. അപ്പോഴാണ് കൃഷ്ണനൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ തന്നെ ദൂതനായിട്ട് കൗരവന്മാരുടെ അടുത്ത് പോവാണ്. പകുതി രാജ്യം അവർക്ക് കിട്ടേണ്ടതല്ലേ? ദുര്യോധനാണ് മറുപടി പറയണേ. കണ്ണുപൊട്ടൻ മിണ്ടാതിരിക്കുകയാണ്, അടച്ചിരിക്കല്ലേ. ദുര്യോധനാണ്, ഇല്ല കൊടുക്കില്ല. പോട്ടെ 5 പേർക്ക് 5 കൊട്ടാരങ്ങൾ കൊടുത്തുകൂടെ? ഇല്ല, കൊടുക്കില്ല. ഇന്ന് 5 പേർക്കും കൂടി 1 കൊട്ടാരം കൊടുത്തുകൂടെ? ഇല്ല, കൊടുക്കില്ല. സൂചി കുത്താനുള്ള നിലം കൊടുക്കില്ല, സൂചി കുത്താനുള്ള ഭൂമി കൊടുക്കില്ല. അപ്പോഴാണ് ദൂതനായിപ്പോയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിരാട് രൂപമെടുത്തു. അതിൽ ദുര്യോധനാദികളൊക്കെ മോഹാത്സ്യപ്പെട്ട് വീണു. ഭീഷ്മര്, ദ്രോണര്, കൃപര്, അവർ 3 പേരുമാണ് ഭഗവാനെ എണീച്ച് തൊഴുത് പ്രാർത്ഥിച്ചത്. അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അത് ചെയ്തത്. ഭഗവാനെ പിടിച്ച് കെട്ടാൻ പറഞ്ഞതാണ് ദുര്യോധനൻ. ആ സമയത്താണ് എഴുന്നേറ്റ് ഇതായത്. അപ്പോൾ പിന്നെ യുദ്ധം അല്ലാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ സന്ധിക്ക് വേണ്ടി ധർമ്മപുത്രൻ ശ്രമിച്ചു, ഫലമുണ്ടായില്ല. അപ്പോൾ വിഗ്രഹം, യുദ്ധം. അപ്പോൾ വേണ്ടി വന്നാൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടൂ, നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പാടൂ. എന്തുകൊണ്ട്? അനേകം സാധുക്കളാണ് അതിൽപ്പെട്ട് മരിക്കുന്നത്. യാതൊരു കുറ്റവും ചെയ്യാത്ത ആൾക്കാർ ചിലപ്പോൾ മരിച്ചു പോകണു. ഇനി അങ്ങനെ ആ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് പുറപ്പെടണ്ടേ? അതാണ് യാനം. അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഓരോരുത്തർക്കും വേണ്ട ആയുധങ്ങൾ, അവർക്ക് വേണ്ട ഡ്രസ്സ് എല്ലാം വേണമല്ലോ. അതൊക്കെ തയ്യാറാവുന്നതാണ് യാനം. ശത്രുവിൻ്റെ നേരെ യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാട്. അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞ് എവിടെയാണ്, ഏത് രാജ്യത്തിലാണ് യുദ്ധത്തിന് പോണത്, അവിടെ അടുത്തെത്തി
നിൽക്കണം. ആസനം. അടുത്തത് ഈ വരുന്ന ആൾ ഒരിക്കലും യുദ്ധം തുടങ്ങരുത്. അല്ല, ആസനം, ഇരിക്കുക. എങ്ങനെ? എന്തിനു വേണ്ടി? ശത്രുപക്ഷത്തിൻ്റെ ബലക്കുറവ് നോക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴാണ് അവർക്ക് ബലക്കുറവ് വരുന്നത്, അത് പ്രതീക്ഷിച്ച് അടങ്ങിയിരുന്ന് എന്തെങ്കിലും കാരണവശാൽ ബലക്കുറവ് വരുമ്പോൾ ആക്രമിക്കണം. ആസനം. ഇനി യുദ്ധം അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിലോ, അപ്പോൾ ദ്വൈധീഭാവം, അഞ്ചാമത്തെ, രണ്ടായിട്ട് പിരിയണം. സൈന്യത്തിനെ മുമ്പിലൂടെയും പിന്നാലെയൂടെയും രണ്ട് ഭാഗത്തു കൂടിയും കൊണ്ടുവന്ന് ആക്രമിക്കണം. ദ്വൈധീഭാവം. സമാശ്രയം, അതാണ് ആറാമത്തെ. അങ്ങനെ നമ്മൾ ആരോടെങ്കിലും, ഏതെങ്കിലും രാജാവ് വേറെ രാജാവിനോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ മറ്റു രാജാക്കന്മാരുണ്ടല്ലോ, ആ രാജാക്കന്മാരുടെ സഹായം ചോദിക്കണം. അതാണ് സമാശ്രയം. അവരുടെ ആശ്രയം കൂടി മേടിക്കണം. ഇങ്ങനെ 6 കാര്യങ്ങൾ രാജാക്കന്മാർക്ക് ശത്രുവിനോട് നേരിടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. 6 നയങ്ങളാണിത്. ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്കെടുക്കാം. ആരോടും ലഹളയ്ക്ക് പോകരുത്, സന്ധി. ആരോടും ലഹളയ്ക്ക് പോകരുത്. നിവൃത്തിയില്ലാതെ വന്നാൽ വിഗ്രഹം. അപ്പോഴും യുദ്ധം. എന്താണ്? പണ്ടൊക്കെ യുദ്ധം, ഇന്നിപ്പോൾ അതല്ല. മറ്റേ പോലീസിനുമൊക്കെ പരാതി കൊടുക്കൽ, അത്രയേ ഉള്ളൂ. അങ്ങനെ വല്ലതും അതിലൊക്കെ വളരെ സൂക്ഷിച്ചിരിക്കുക. പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നാൽ സമാശ്രയം, മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ച് അവരുടെ സഹായത്തോടുകൂടി, വക്കീലൊക്കെ അതിൽപ്പെടുത്താം. സമാശ്രയം, സമാശ്രയത്തിൽ ഇതാവുക. അപ്പോൾ ഇത് രാജാക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ് ഷഡ്ഗുണം. എങ്കിലും നമ്മുടെ ജീവിതത്തിലും അതിന് ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു വിരോധമില്ല. ആദ്യത്തേത് സന്ധിയാണ്. ആരോടും ലഹളയ്ക്ക് പോകാതെ കണ്ട് ഒതുങ്ങിക്കഴിയുക. അപ്പം നിവൃത്തിയില്ല, ഒതുങ്ങിയിരിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ അപ്പോൾ അതിന് വേണ്ട മാത്രം ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? അഗതം പറഞ്ഞു. മരുന്നുകളിൽ ഏകാന്തമായിട്ടും ആത്യന്തികമായിട്ടും ആർക്കും സൂക്കേട് മാറിയിട്ടില്ല. തൽക്കാലം ഒരു ഭേദം കാണും. ഷഡ്ഗുണങ്ങൾ അതും പൂർണ്ണമായിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞു. ഒടുവിൽ എത്രയുണ്ടായിരുന്നു? 6 or 7 പേരാണ് ബാക്കിയുണ്ടായത്. ബാക്കിയൊക്കെ പാണ്ഡവന്മാരൊഴിച്ച് 6 or 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. ഷഡ്കർമ്മങ്ങൾ, ഇതൊന്നും ആത്യന്തികമായിട്ട് ഗുണം ചെയ്യുന്നതല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. കിട്ടും. ഷഡ്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഷഡ്കർമ്മങ്ങൾ ഒരു ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മങ്ങളെയാണ് പറഞ്ഞിരിക്കണേ. അതും എല്ലാവർക്കും ആവാം, വിരോധമില്ല. ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മങ്ങൾ യജനം, യാചനം. യജനം ഭഗവാനെ പൂജിക്കുക, യാചനം പൂജിക്കാൻ പഠിപ്പിക്കുക. യാചനം. ഈ തത്വത്തെ പ്രദാനം ചെയ്യാൻ അധ്യയനം, അധ്യാപനം. ആത്മതത്വം എന്താണെന്ന് ആചാര്യൻ തന്നെ നന്നായിട്ട് അധ്യയനം ചെയ്ത് പഠിക്കണം. എന്നിട്ടോ അധ്യാപനം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. പിന്നെയോ ദാനം, പ്രതിഗ്രഹം. ദാനം, ബ്രാഹ്മണൻ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞാൽ യജമാനെ അനുഗ്രഹിക്കണം. അതാണ് ദാനം. ബ്രാഹ്മണൻ കൊടുക്കുന്നതായ അനുഗ്രഹമാണ് ദാനം. അതിന് പ്രതിഗ്രഹം, ദക്ഷിണ കൊടുക്കണം. പ്രതിഗ്രഹമാണ് ദക്ഷിണ. അപ്പോൾ 6 കാര്യങ്ങൾ: യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം. ഇതൊന്നും ഏകാന്തികങ്ങളുമല്ല, ആത്യന്തികങ്ങളുമല്ല. ഇതൊക്കെ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ന ഏകാന്താഹ ആത്യന്തികാഹ
ഏതുപോലെയാണ്? കൃഷിവത്, കൃഷിയെപ്പോലെ. കൃഷിയിൽ എല്ലാവർക്കും എപ്പോഴും വിള കിട്ടാറുണ്ടോ? ഇല്ല. വെള്ളമില്ലാണ്ട് നശിക്കും, വെള്ളം കൂടിയിട്ട് നശിക്കും, പല വിധത്തിൽ നാശങ്ങൾ അവിടെ വരാറുണ്ട്. എന്തൊക്കെയാണ് അതാണ് അഗത, ഷഡ്ഗുണ്യ, ഷഡ്കർമ്മ, യോഗാ. 4 അഗതങ്ങൾ, ഷഡ്ഗുണങ്ങൾ, ഷഡ്കർമ്മങ്ങൾ, യോഗങ്ങൾ. യോഗങ്ങൾ അഷ്ടാംഗയോഗം 8. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അഗത, ഷഡ്ഗുണ്യ, ഷഡ്കർമ്മ, യോഗ. യോഗത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. നമ്മളതിൽ വിശദമായിട്ട് പോകേണ്ട ആവശ്യമില്ല. യമം മനസ്സിനെ നിയന്ത്രിക്കലാണ്. നിയമം അന്ധഃകരണമൊക്കെ പരിശുദ്ധമാക്കാൻ വേണ്ടി നാം ചെയ്യുന്നതായ കർമ്മങ്ങൾ. ശൗച, സന്തോഷ, സന്ത എന്നുള്ള പറയുന്ന ഒരാകരണമുണ്ട്. ആസനം, ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി ഒരാസനം ശീലിക്കുക. പ്രാണായാമം, ഈ പ്രാണൻ ശരിക്ക് ചലിക്കണം, അതിനാണ് പ്രാണായാമം. പ്രാണനെ ആയാമം ചെയ്യുക, നിയന്ത്രിക്കുക, പ്രാണായാമം. പ്രത്യാഹാരം, ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവിടുന്ന് ആ വിഷയങ്ങളിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങൾ പിടിച്ചു കൊണ്ടുവരണം. ഇതാണ് പ്രത്യാഹാരം. മനസ്സും അതുപോലെ പോവും. മനസ്സും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരൽ പ്രത്യാഹാരം. അത്രയായിക്കഴിഞ്ഞാൽ അന്ധഃകരണം പരിശുദ്ധമായി. പിന്നെ ധാരണ, ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കലിൻ്റെ ആദ്യത്തെ പടിയാണ് ധാരണ. ഭഗവാന്റെ രൂപമുണ്ടെങ്കിൽ നിർബന്ധമില്ല. ആ രൂപത്തിലേക്ക് തന്നെ നോക്കി നോക്കി നമ്മൾ ഉറപ്പിക്കണം. 10 മിനിറ്റ് നോക്കി അപ്പോൾ ഇതായി. ഇപ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഇത് ശാശ്വതമായിട്ട് നിൽക്കില്ല. ഇതുകൊണ്ട് ധ്യാനിച്ചിട്ടില്ല. ധ്യാനിക്കുമ്പോഴേ അത് ഉറയ്ക്കുള്ളൂ. ഭഗവാന്റെ രൂപം അതുപോലെ ആദ്യം നോക്കുമ്പോൾ ഉറയ്ക്കും, കുറച്ച് കിട്ടും. കണ്ണടയ്ക്കുക, കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പോൾ വീണ്ടും തുറക്കണം, നോക്കണം. അതാണ് ധാരണ. എത്ര കണ്ണടച്ചാലും ആ രൂപം മായാതെ എൻ്റെ മനസ്സിൽ നിൽക്കണോ, ധാരണ ഉറച്ചു. നമ്മൾ ധ്യാനത്തിലേക്ക് കടന്നു. ധാരണ, ധ്യാന, സമാധി 3 ഒന്നാണ്. ഓർമ്മ വേണം. ധാരണ, ധ്യാനം, സമാധി 3 ഒന്നാണ്. ആദ്യം ധാരണ, രൂപത്തിലേക്ക് നോക്കി നോക്കി ഉറപ്പിക്കൽ. അത് ഉറച്ചു കഴിഞ്ഞാൽ ധ്യാനം. ആ ധ്യാനം നമ്മളെ സമാധിയിലെത്തിക്കുന്നു. ബുദ്ധി ആത്മാവിൽ തന്നെ പോയി ഉറച്ചിരിക്കുന്നതാണ് സമാധി. സമാധീയതേ ബുദ്ധി അസ്മിൻ ഇതി സമാധി. അസ്മിൻ, ഇതിൽ. ഏതിൽ? ആത്മാവിൽ. നമ്മുടെ ബുദ്ധി ആത്മാവിൽ ഉറച്ചിരിക്കുന്നതാണ് സമാധി. നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾ ബുദ്ധിയാണ്. ഭഗവാൻ ഗീതയിൽ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, മനസ്സ് എല്ലാം അടങ്ങി ബുദ്ധി ഈ ധ്യാനത്തിലൂടെ തൻ്റെ അടുത്തുള്ളതായ ആത്മാവിൽ പോയി ഉറച്ചിരിക്കണം. അതാണ് സമാധി. സമാധീയതേ ബുദ്ധി അസ്മിൻ ഇതി സമാധി. സമാധീയതേ ഉറച്ചിരിക്കണം. അങ്ങനെ യോഗങ്ങൾ, വേദോക്തങ്ങളായ
4 ഉപായങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ അത് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നില്ല, എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ വേദോക്തങ്ങളായ 4 ഉപായങ്ങൾ എന്തൊക്കെയാണ്? അഗത, ഷാൽഗുണ്യ, ഷൽക്കർമ്മ, യോഗ. അഗതങ്ങൾ സൂക്കേടിന് വരുന്നത്, അത് മാറ്റുന്നത്. ഷഡ്ഗുണങ്ങൾ രാജാവിൻ്റെ പറഞ്ഞു നമ്മൾ. രാജാവ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്, രാജാവിന് വേണ്ട 6 ഗുണങ്ങൾ. ഷഡ്കർമ്മങ്ങൾ, ഒരു ബ്രാഹ്മണൻ, ഈ മാർഗത്തിലെത്തിയ ആളൊക്കെ ബ്രാഹ്മണരാണ്. ഈ ആത്മതത്വത്തിനെ എനിക്ക് ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കണമെന്ന് വിചാരിക്കുന്നവരൊക്കെ ബ്രാഹ്മണന്മാരാണ്. ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ ബ്രാഹ്മണരായി. ബ്രഹ്മ ജാനാതി ഇതി ബ്രാഹ്മണ എന്നാ പറയുക. ബ്രഹ്മത്തെ അറിയുന്നവൻ. അറിയാൻ വേണ്ടിയുള്ള തുടക്കമാണ് നമ്മൾ ചെയ്യുന്നത്. അറിഞ്ഞിട്ടില്ല, അറിയാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഷഡ്ഗുണങ്ങൾ, ഷഡ്കർമ്മങ്ങൾ, യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം. 6 നമ്മൾ ചെയ്യേണ്ടതാണ്. പൂജാതി കർമ്മങ്ങളൊക്കെ സാധിക്കുന്നത്ര ചെയ്യണം. യജനം, ബാക്കിയുള്ളവരെ അത് ചെയ്യാൻ പഠിപ്പിക്കാമല്ലോ. യാചനം, അധ്യയനം, ആത്മതത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അധ്യയനം, എന്നിട്ട് അധ്യാപനം, പഠിപ്പിക്കണം. ദാനം, ആരൊക്കെ ഈ ജ്ഞാനം നേടാൻ വേണ്ടി വരുന്നു അവരെ അനുഗ്രഹിക്കണം. ദാനം, അതിന് വേണമെങ്കിൽ ദക്ഷിണ നൽകുക. പ്രതിഗ്രഹം. അപ്പോൾ ഇതൊന്നും ആത്യന്തികങ്ങളല്ല. എല്ലാ ക്ലേശങ്ങളും മാറി എന്ന് ഇത് 4 പറയാൻ പറ്റില്ല. എങ്കിലും മാറി എന്ന് തന്നെ വിചാരിക്കുക. അതാണ് നിഗമപഥാഹ. വേദത്തിൻ്റെ മാർഗം ആണ് നിഗമപഥം. അത് ദുർവൈകല്യൈഹി, വിഷമം പിടിച്ചൊരു മാർഗമാണ് ദുർവൈകല്യം. പലതരത്തിലുള്ളതായ ദോഷങ്ങൾ അതിൽ വരാം. കാലം കൊണ്ട്, ദേശം കൊണ്ട് ഒക്കെ വന്നു ചേരാം. ദശരഥൻ പുത്രകാമേഷ്ടി നടത്തി, അല്ലേ? 4 പുത്രന്മാരുണ്ടായി. പക്ഷേ എന്തുണ്ടായി? ആ ദശരഥന് ഒരു ശാപമുണ്ടായിരുന്നു ബ്രാഹ്മണൻ്റെ. അതുമൂലം ഈ പുത്രന്മാർ കാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ദുർവൈകല്യൈഹി, വിഷമം പിടിച്ച മാർഗം ആയതുകൊണ്ട് അകല്യ അഭി, പരിഹരിക്കാൻ സാധിക്കാത്തത്. അകല്യ അഭി. അപ്പോൾ പല വസ്തുക്കളും ചില കാലങ്ങളിൽ നന്നാവില്ല. ചില ദ്രവ്യങ്ങൾ വേണ്ട വിധത്തിൽ കിട്ടാതിരുന്നാൽ വരാം. യാഗാദികൾ നടത്തണു, ചിലപ്പോൾ പശുക്കളില്ലാത്തതുകൊണ്ട് പാലും നെയ്യും കിട്ടിയെന്ന് വരില്ല. ഒക്കെയാണ് അകല്യ. വേണ്ട പോലെ നടത്താൻ സാധിച്ചു എന്ന് വരില്ല.
അപ്പോൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ളതായ ഈ 4 ഉപായങ്ങളും പൂർണ്ണമായും എന്തൊരു ക്ലേശമാണോ നമുക്കുണ്ടായിരുന്നത് അതിനെ മാറ്റി എന്ന് ഒരു വലിയ ഇനി അഥവാ മാറ്റിയാൽ തന്നെ അതാണ് അവാപ്ത അവി തൽഫലാനി അവാപ്താഹ അവി. ആ ഫലങ്ങൾ കിട്ടിയാലും കിട്ടില്ല ആദ്യം പറഞ്ഞു, ഇനി അഥവാ കിട്ടിയാലും പതനേ പ്രസജതി, ഒരു പതനം ഉണ്ടായി എന്ന് വരാം. അപ്പോൾ പല വിധത്തിലുള്ളതായ ദുഃഖങ്ങൾ വന്നു ചേരുന്നു. ആദ്യം എന്താണ്? മത്താഹ, മത്തന്മാർ, അഹങ്കരിക്കണു നമ്മൾ. മത്താഹ ത്വാം വിസ്മരന്തഃ, ഭഗവാനെ മറക്കുന്നു. നാമം ജപിക്കാനും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനും ക്ഷേത്ര ദർശനത്തിനും സത്സംഗത്തിനും ഒന്നും സമയമില്ലാതെ പോകുന്നു. ത്വാം വിസ്മരന്തഃ, അങ്ങനെയുള്ള പതനം വരാൻ സാധിക്കുന്നു, വന്നു ചേരുന്നു. അപ്പോൾ എന്തുണ്ടാകുന്നു? അനന്താൻ വിഷാദാൻ യാന്തി, അനന്തമായ ദുഃഖങ്ങൾ. അതെല്ലാം നമുക്ക് പല വിധത്തിലുള്ളതായ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഹങ്കരിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഫലം കിട്ടിയത് എന്നുള്ള അഹന്ത. എന്തെല്ലാം ഞാൻ നേടിയോ അതെല്ലാം എൻ്റെ എന്നുള്ള മമത. ആ അഹന്ത മമതകൾ നമ്മളെ ബാധിച്ച് നമ്മളെ അധപ്പതിപ്പിക്കുന്നു. അതാണ് അനന്താൻ വിഷാദാൻ യാന്തി, അനന്തമായ ദുഃഖങ്ങളെ പ്രാപിപ്പിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വന്ന് ഭഗവത് പ്രാപ്തിക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൽ നിന്ന് ഈ ആത്മതത്വത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം. ആ ആത്മതത്വം നേടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായ 4 ഉപായങ്ങൾ, ആ 4 ഉപായങ്ങൾ മുഴുവൻ ആത്യന്തികമല്ല. എല്ലാ ഫലവും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ആ മാർഗത്തിൽ പ്രയത്നിച്ചോളണം. ഇനി അഥവാ കിട്ടിയാൽ അഹങ്കരിക്കാൻ ഉള്ളതായ ഒരു സാധ്യതയുണ്ട്. ഒരിക്കലും അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ അനന്തങ്ങളായ ദുഃഖങ്ങൾ വന്നു ചേരും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവസാനിപ്പിച്ചത്. ഭഗവത് ഭജനമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ളതിലേക്ക് ആചാര്യൻ കൊണ്ടുവരികയാണ് നമ്മളെ. ആ ഭഗവാന്റെ ലോകത്തിൽ നമ്മളെപ്പോഴും സ്ഥിതി ചെയ്യണം.